السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, സന്തോഷിക്കുന്നു. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാവട്ടെ. കടങ്ങളിൽ നിന്ന് നമുക്ക് അല്ലാഹു മോചനം നൽകുമാറാവട്ടെ. കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു നമുക്ക് തുറന്നു തരുമാറാവട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഒരു ഇസ്തിഗ്ഫാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഒരുപാട് പൊറുക്കലിനെ തേടാറുണ്ട്. അതുപോലെ നമ്മൾ ദോഷങ്ങൾ പുറത്തു തരാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു നമ്മളെപ്പോഴും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം വ അതൂബു ഇലൈഹി എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഇസ്തിഗ്ഫാറാണ്. ഈ ഇസ്തിഗ്ഫാർ ഇപ്രകാരം ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കപ്പെടും, എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുക്കപ്പെടും. മഹാനായിരിക്കുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിയവനാണെങ്കിൽ പോലും അല്ലാഹു അവൻ്റെ ദോഷം പൊറുക്കപ്പെടുമെന്നാണ്. അത്രത്തോളം മഹത്വമുള്ള ഈ ഇസ്തിഗ്ഫാർ നമ്മൾ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി ഈ ശഅബാൻ മാസത്തിൽ വരുന്ന റമദാൻ മാസത്തിൽ നമ്മൾ ഈ ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിച്ചാൽ നമ്മൾ ദോഷങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു തരും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി പഠിപ്പിച്ചു തരുകയാണ്, ആരെങ്കിലും അല്ലാഹുവിനോട് ഇപ്രകാരം പൊറുക്കലിനെ തേടിയാൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും പോലും അവന്റെ ദോഷങ്ങൾ, അവന്റെ പാപങ്ങൾ, അവന്റെ തെറ്റുകൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇസ്തിഗ്ഫാർ നമ്മൾ എന്താണ് ജീവിതത്തിൽ പരമാവധി ചൊല്ലുക. നമ്മുടെ ദിവസവും ഒരു 100 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ 70 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഇസ്തിഗ്ഫാർ നമ്മൾ എന്താണ് പൊറുക്കലിനെ തേടുക. അല്ലാഹുവിനോട് പ്രകാരം തന്നെ നമ്മൾ ചോദിക്കുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. ഇപ്രകാരം നമ്മൾ ചൊല്ലുക. എന്നിട്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു തരും. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.